സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നാട്ടുരാജാവിന് ഇവിടെ ഭരിക്കാനുള്ള സൗകര്യമൊരുക്കാൻ എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്തവരാ നിങ്ങൾ അല്ലേ? എന്നിട്ട് ബഡായിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? പ്രസംഗിക്കാൻ തുടങ്ങിയ BJP വിരുദ്ധത. മംഗലാപുരത്ത് പോയിട്ട് BJP വിരുദ്ധത. കാരണം കോൺഗ്രസ് കർണാടക ഭരിക്കുന്നത്. ഭോപ്പാലിൽ പോയപ്പോഴോ ഓടിച്ചു വിട്ടു. സഖാവ് പിണറായി വിജയ, ഇനി ധൈര്യമായിട്ട് ഭോപ്പാലിൽ പോയിക്കോ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത്. എന്തു തള്ളും തള്ളാം. പോകുമ്പോ മറക്കാതെ ഭാര്യനെയും കൂട്ടണം. ഭാര്യ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ ഇപ്പോ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നിങ്ങൾ ആരെയും കണ്ടിരുന്നു? അച്യുതാനന്ദന്റെ ഭാര്യനെ നിങ്ങൾ കണ്ടിരുന്ന? നായനാരുടെ ഭാര്യനെ നിങ്ങൾ കണ്ടിരുന്ന? ഉമ്മൻചാണ്ടിയുടെ ഭാര്യനെ നിങ്ങൾ കണ്ടിരുന്നു? നിങ്ങൾ പരിശോധിച്ചു. ഇയാളിപ്പോ സൈന്യത്തിന്റെ സല്യൂട്ട് സ്വീകരിക്കാൻ പോകുമ്പോ ഭാര്യ. ഒരുപാട് നേതാക്കന്മാർ, മുനവറലി ശിഹാബ് തങ്ങളും അവസാനം മുനവറലി ശിഹാബ് തങ്ങൾ മുതൽ മുരളിയേട്ടനും ഉണ്ണിയാടനുമൊക്കെ ഫിറോസുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞതാണ്. നമ്മളൊക്കെ ഒരു വലിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ വക്കിലാണ് ഉള്ളത്. യൂത്ത് ലീഗിൻ്റെ എല്ലാ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ പറയുമായിരുന്നു, പ്രതീക്ഷകൾ കൈവിടാതെ ആശയുടെ ഒരുപാട് കിരണങ്ങൾ നമ്മളുടെ രാജ്യത്തുണ്ട്. ഇത് ഇന്ത്യയാണ്. ഒരുപക്ഷേ നമ്മളുടെയൊക്കെ സ്വപ്നം പോലെയോ പ്രതീക്ഷ പോലെയോ ഇന്ത്യ മനോഹരമായി തിരിച്ചു വരികയാണ്. ഇന്ത്യ എന്ന് പറയുന്ന അതിൻ്റെ സത്തയെ ഒരു വർഗീയ ഭ്രാന്തന്മാർക്കും ഫാഷിസ്റ്റുകൾക്കും തകർക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ വന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. 2017 ഒടുക്കത്തിൽ ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് 2018 തുടക്കമാകുമ്പോൾ കർണാടകയിലൂടെ കടന്നു വന്ന് ഇന്ത്യയുടെ ഹൃദയഭൂമിക, ഹിന്ദിയുടെ ഹൃദയഭൂമിക ഇന്ന് കോൺഗ്രസ് കൈയടക്കിയിരിക്കുന്നു എന്ന സന്തോഷം നമ്മൾക്കുണ്ട്. ഒരുപാട് അബദ്ധങ്ങൾ രാജ്യത്ത് ചെയ്തു വെച്ച, ചെറിയ കാലയളവ് കൊണ്ട് വിവരക്കേടുകൾ മാത്രം ചെയ്തു വെച്ച ഒരു ഭരണകൂടമാണ് മോദിയുടേത്. കോൺഗ്രസ് നാളെ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ പരിഹരിക്കാവുന്നതാണ് അയാൾ ചെയ്തു വെച്ച പാതകങ്ങൾ എന്ന് ഒരിക്കലും പറയാനാവില്ല. മയത്തിൽ നിന്ന് പേനിറങ്ങുന്നത് പോലെ എന്ന് പറയുന്ന പോലെ റിസർവ് ബാങ്കിൽ നിന്ന് ഗവർണർമാർ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അപകടം അറിയാവുന്നത് കൊണ്ടാണ്. സാമ്പത്തികമായി കൂപ്പുകുത്തിയ ലോകത്തിലെ ഒരു രാജ്യവും ഭരണകൂടം മാറുന്നത് കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാനാവില്ല. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് ചെറിയ ചെറിയ ഇഷ്യൂസുകൾ മാത്രമാണിതെന്നാണ്. പക്ഷെ എത്രമേൽ ഭീകരമാണെന്നറിയണമെങ്കിൽ നാട്ടിലെ ഒരു തട്ടുകടക്കാരൻ മുതൽ രാജ്യത്തിലെ വ്യവസായികൾ വരെയുള്ളവരോട് നിങ്ങൾ അന്വേഷിക്കുക. ചെറുതായിട്ടല്ല ഇത് ബാധിക്കുന്നത്. ഡിമോണിറ്ററൈസേഷന്റെ ദുരന്തങ്ങൾ ഇനിയുള്ള നാളുകളിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ, വന്നു കഴിഞ്ഞിട്ടില്ല. ഇത് സൂചനകൾ മാത്രമാണ്. രൂപയുടെ വില ഇടിഞ്ഞു പോയ ഒരു രാജ്യവും പെട്ടെന്ന് തിരിച്ചു വന്നിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. റഷ്യ തകർന്നു പോയത് റൂബിൾ അതിന്റെ വില ഇടിഞ്ഞു പോയപ്പോഴാണ്. അവസാനം എവിടെയാണ് റഷ്യ എത്തിച്ചേർന്നത്? ദുബൈയുടെ തെരുവുകളിൽ രാത്രികളിൽ മലയാളികളടക്കമുള്ള വിദേശികളുടെ കൈ പിടിച്ചു വലിക്കുന്ന റഷ്യയിലെ ചെറിയ കുട്ടികൾ വേശ്യാവൃത്തിക്ക് വേണ്ടി, ഒരു നേരത്തെ വയറിന് വേണ്ടി. എന്തായിരുന്നു കാരണം എന്ന് അന്വേഷിച്ചാൽ അത് റൂബിളിന്റെ വിലയുടെ തകർച്ചയായിരുന്നു. അർജന്റീനയിലെ ദുരന്തം, അവർ അവിടുത്തെ എലിയെത്തുന്ന് വവ്വാലിനെത്തുന്ന് അവരുടെ ഭക്ഷണം ഉണ്ടാക്കേണ്ട ഗതികേട് അർജന്റീനക്ക് വന്നത് അവരുടെ രൂപയുടെ വില ഇടിഞ്ഞതായിരുന്നു, അവരുടെ പണത്തിന്റെ വില ഇടിഞ്ഞതായിരുന്നു. വെനിസ്വേലയുടെ ഭീകരത ലോകം കണ്ടതാണ്. അയൽ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ കല്ലെടുത്ത് കത്തിയെടുത്ത് ഇവരുടെ പുറത്തെറിഞ്ഞ് ആ രാജ്യത്തു നിന്ന് തിരിച്ചോടിച്ചു പോകുന്ന വഴികളിൽ സ്വന്തം മണ്ണിൽ പിടഞ്ഞു മരിക്കുന്ന, മണ്ണ് വായിൽ കുത്തിത്തിരികെ മരിച്ചുപോയ വെനിസ്വേലയിലെ പാവപ്പെട്ടവരെ ലോകം കണ്ടതാണ്. അതിന്റെ മൂല്യം ഇടിഞ്ഞു പോയാൽ അങ്ങനെ എത്ര രാജ്യങ്ങൾ, ഏതെല്ലാം രാജ്യങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു 10% പോലും ജനസംഖ്യയില്ലാത്ത രാജ്യങ്ങളാണ് തിരിച്ചു വരാൻ വേണ്ടി ഇനി സമയവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇന്ത്യയുടെ തകർച്ച ഒരു പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയുന്നതല്ല. രാജ്യമറിയാത്ത ഒരു ഭരണാധികാരിയുടെ, രാജ്യത്തിന്റെ നിലപാടുകൾ അറിയാത്ത ഒരു ഭരണാധികാരിയുടെ വൈകാരികത കൊണ്ട് ലോകം ഭരിക്കാനാവില്ല എന്നതിന്റെ സൂചനയാണ്, അതിന്റെ ദുരന്തമാണ്. ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദിയെ പിഴുതെറിഞ്ഞാൽ പോലും എഴുന്നേറ്റു നിൽക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും ഇന്ത്യക്ക് എന്ന അത്രമേൽ അപകടമാണ് ഈ രാജ്യത്ത് ചെയ്തു വെച്ചത്. രാജ്യത്ത് ഇന്ത്യയുടെ മൗലികതയെ മുഴുവൻ മറന്നുപോയ ഒരാൾ, വിദേശ രാജ്യങ്ങളെ കടമെടുക്കുന്ന ഒരാൾ. നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ നേതാക്കന്മാർ
അവരാരായിരുന്നാലും ഏതായിരുന്നാലും അവർക്ക് കഴിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു പാരമ്പര്യം, ഇന്ത്യയുടെ രീതികൾ. ആ രീതികൾ മുഴുവൻ കഴിഞ്ഞ 4-4.5 വർഷം കൊണ്ട് മാറ്റിമറിക്കപ്പെട്ടു. ഇന്ത്യ നോക്കുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയുടെ ഭാഷയെ, അമേരിക്കയുടെ രീതിയെ, അമേരിക്കൻ ചലനങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. എന്തൊരു അസംബന്ധമാണിത്! അമേരിക്കക്ക് എന്തു പാരമ്പര്യമാണ് ലോകത്തുള്ളത്? ലോകത്തിന്റെ നെറുകയിൽ ആയുധത്തിന്റെ ശക്തി കൊണ്ട് കയറി നിൽക്കുന്ന, പണത്തിന്റെ കരുത്ത് കൊണ്ട് കയറി നിൽക്കുന്ന, കുതന്ത്രത്തിന്റെ കരുത്ത് കൊണ്ട് കയറി നിൽക്കുന്ന അമേരിക്ക ലോകത്തിൽ ഇന്ത്യക്ക് പകർത്താവുന്ന എന്ത് മാതൃകയാണുള്ളത്? ഇവിടെ നിന്ന് പലരും പോകാറുണ്ട് അമേരിക്കയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പഠിക്കാൻ, വ്യക്തിഗതമായിട്ടുള്ള മനുഷ്യന്റെ ബിഹേവിയർ പഠിക്കാൻ. അമേരിക്കക്കാരൻ ഇത് പഠിപ്പിക്കാൻ ലോകത്തിൽ എന്ത് അർഹതയാണുള്ളത്? ആ അമേരിക്കക്കാരന്റെ രീതികളും ചേഷ്ടകളും തന്റെ രീതികളിൽ മുഴുവൻ കൊണ്ടുവരുന്ന ഒരു പ്രധാനമന്ത്രി, അമേരിക്കൻ രൂപഭാവങ്ങളോടുകൂടി തയ്ക്കുന്ന കോട്ടുകൾ, റേൻസ് കൊടുക്കുന്ന കോട്ടുകൾ ഇടുന്ന ആ ചലന രീതികളെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന, അമേരിക്കയെ അനുകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്ന, ഒരു കാലത്ത് വിസ നിഷേധിച്ചവനെ തലയിൽ പൂമാലയും വെച്ച് സ്വീകരിക്കുന്ന അമേരിക്ക എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇന്ത്യ തിരിച്ചറിയുകയാണ്. അമേരിക്കക്ക് എന്തോ പാരമ്പര്യ ലോകത്തുള്ളത്? ലോകത്തു നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ക്രിമിനലുകൾ കുടിയേറി പാർത്ത രാജ്യമാണ് അമേരിക്ക. ലോകത്തു നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ക്രിമിനലുകളെ കൊണ്ടുപോയി ഡംപ് ചെയ്ത രാജ്യമാണ് അമേരിക്ക. എന്നാൽ ഇന്ത്യയോ, മധ്യേഷ്യയോ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കുന്ന മഹാസംസ്കാരങ്ങൾ മധ്യേഷ്യയുടെ സംഭാവനയാണ്. മധ്യേഷ്യയിലെ എന്തെല്ലാം സംസ്കാരങ്ങൾ! ഇന്ത്യയുടെ എത്ര നൂറ്റാണ്ടുകളുടെ, എത്ര ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് മധ്യേഷ്യക്ക്, സാംസ്കാരികമായി, രാഷ്ട്രീയമായി. അതുപോലെ ഇന്ത്യ അമേരിക്കയിൽ നിന്നാണോ കടമെടുക്കേണ്ടത്? ഈ പ്രധാനമന്ത്രി പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അല്ല, ഇന്ത്യയുടെ സംസ്കാരത്തിനും രാഷ്ട്രീയത്തിനും വേറെ വഴിയുണ്ട്. അത് നെഹ്റു കാണിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഗാന്ധിയുടെ സ്പിരിച്വാലിറ്റിയെയും മോഡേൺ സയൻസിനെയും സമന്വയിപ്പിച്ച ഭരണമാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഡോക്ടർ APJ അബുൽ കലാം, ഇന്ത്യയുടെയും ലോകത്തിന്റെയും ശാസ്ത്രജ്ഞനായ അബുൽ കലാം, APJയെ വളർത്തിയെടുക്കുന്ന സയൻസ് യൂണിവേഴ്സിറ്റി അഭിവന്ദനായ നെഹ്റുവിന്റെ സംഭാവനയാണ്. ഇന്ത്യയിലെ IIT നെഹ്റുവിന്റെ സംഭാവനയാണ്. ഇന്നത്തെ കാലത്ത് പോലും ലോകത്തിനു മാതൃകയാകുന്ന സാങ്കേതിക വിദ്യയുടെ പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിന്റെ രീതി എന്തായിരുന്നു? നെഹ്റുവിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? പുതിയ തലമുറയിലെ കുട്ടികൾ പരിശോധിക്കണം. സ്പിരിച്വാലിറ്റിയെ, ഗാന്ധിജിയുടെ സ്പിരിച്വാലിറ്റിയെ നെഹ്റു കൈവിട്ടില്ല. സ്പിരിച്വാലിറ്റിയുടെ കൂടെ മോഡേൺ സയൻസിനെ കൂട്ടിച്ചേർത്ത് വെച്ചു. അതായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായ ഘടകം. നിങ്ങൾ ഇന്ന് പരിശോധിക്കുക, ഏറ്റവും ചേഷ്ടകൾ കൊണ്ട്, രൂപഭാവങ്ങൾ കൊണ്ട് ഇന്ത്യയെ അപമാനിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ സുസ്മേരവദനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മളുടെ അഭിവന്ദനായ രാഹുൽ ഗാന്ധിയെ. എന്തൊരു വിനയമാണ് ആ മനുഷ്യന്റെ മുഖത്ത്! ഇന്നലെ മീഡിയകളെ അഭിസംബോധന ചെയ്യുമ്പോൾ രാഹുലിന്റെ വാക്ക് പതറിയില്ല. ആഹ്ലാദം കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വരി പോലും പിടച്ചില്ല. എന്തു മനോഹരമായി! മോഡി പഠിക്കേണ്ടതല്ലേ? ഒരു വാക്കുകൊണ്ട് പോലും മനുഷ്യനെ മുറിവേൽപ്പിക്കാത്ത മൻമോഹൻ സിംഗിനെ ബാത്റൂമിൽ കോട്ടിട്ട് കുളിക്കുന്നവൻ എന്ന് നിങ്ങൾ അപമാനിച്ചു. എത്ര തവണ ഈ ചെറുപ്പക്കാരനെ അപ്പുവെന്ന് വിളിച്ച്, പപ്പുവെന്ന് വിളിച്ച് നിങ്ങൾ അപമാനിച്ചു. മിസ്റ്റർ മോഡി, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അർജന്റീനയിൽ ചെല്ലുമ്പോൾ അർജന്റീനയിലെ ക്രോണിക്ക പത്രം അതിന്റെ തലക്കെട്ട് വെച്ചത് അപ്പു വന്നു എന്നാണ്. ആരുടെ പേര്? നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അർജന്റീനയിലെ മുഖ്യ പത്രം വിളിച്ചത് അപ്പുവെന്നാണ്. അർജന്റീനയിലെ അപ്പു എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസ കഥാപത്രമാണ്. കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ച നീതിയായിരുന്നു അത്. ഈ പാവം ചെറുപ്പക്കാരനെ നിങ്ങൾ വിളിച്ചു പപ്പുവെന്ന്, പരിഹസിച്ചു, അപമാനിച്ചു. 15 വർഷക്കാലം വിളിക്കാത്ത നെറികേടുകളില്ല. നിങ്ങളും CPM-കാരും ഒരുമിച്ച് ചേർന്ന് ഇല്ലേ? ആ മനുഷ്യൻ ഇന്നലെ വിജയത്തിന്റെ കൊടുമുടിയിൽ കയറി നിൽക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചോ? ഇന്ത്യ അതാണ്. ഇന്ത്യയുടെ സംസ്കാരം അതാണ്. അതറിയണമെങ്കിൽ മോഡി തറവാടിത്തം ഉണ്ടാകണം, ഇന്ത്യൻ തറവാടിത്തം ഉണ്ടാകണം. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള തറവാടിത്തമുണ്ട് ആ ചെറുപ്പക്കാരന്റെ സ്ഥിരകളിൽ. അഭിമാനമുണ്ട് ആ ചെറുപ്പക്കാരന്റെ സ്ഥിരകളിൽ. ആ അഭിമാനമാണ് അദ്ദേഹം സ്വീകരിച്ചത്, അദ്ദേഹം എടുത്തു കാണിച്ചത്. ആ സുഹൃതമാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ജന്മസുഹൃതമാണ്. രാഹുലിനറിയാം ഈ ഇന്ത്യയെ. 1914 മഹാനായ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ഒരു യാത്രയുണ്ട്. മധുരയിലെത്തുമ്പോൾ വൈഗാനദിയുടെ തീരത്ത് ഗാന്ധിജി ഇങ്ങനെ തന്റെ തലയിലെ തൊപ്പി ഒന്ന് നനക്കാൻ, വല്ലാത്ത ചൂടുള്ള കാലമാണ് ആ സമയത്ത്, വൈഗാനദിയുടെ തീരത്തേക്ക് പോയി തന്റെ തലയിലെ ഗാന്ധി തൊപ്പിയെടുത്ത് അദ്ദേഹം ആ തൊപ്പി ഒന്ന് വെള്ളത്തിൽ നനച്ചെടുത്ത് ആ നദിയിൽ നിന്ന് ഇത്തിരി വെള്ളമെടുത്ത് തന്റെ മൊട്ടത്തലയൊന്ന് തടവി തണുപ്പിക്കുകയാണ്. ആ സമയത്താണ് ഗാന്ധിജി കാണുന്നത് കുറച്ചപ്പുറത്തൊരു ഒരു പാവം സ്ത്രീ, ഒരു അമ്മ വസ്ത്രമലക്കുന്നുണ്ട്. ഗാന്ധിജി ആ സ്ത്രീയെ ശ്രദ്ധിക്കാൻ കാരണമുണ്ടായിരുന്നു. കാര്യം അവരുടെ കയ്യിലുള്ള വസ്ത്രം അലക്കുന്നത് കൊണ്ട് കടുത്തറ്റം വെള്ളത്തിലാണ് എന്ന് വെച്ചാൽ ഈ വസ്ത്രം അലക്കിയിട്ട് വേണം അവർക്ക് അതുടുത്തു പുറത്തു പോകാൻ.
നഗ്നത മറക്കുന്നത് വെള്ളത്തിലാണ്. സങ്കടം തോന്നി ഗാന്ധിജിക്ക്. ഗാന്ധിജി തന്റെ മേൽക്കുപ്പായം അടിച്ചെടുത്ത് ആ വെള്ളത്തിലേക്കിട്ട് തേവി തേവി ആ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീ ആ കുപ്പായം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഗാന്ധിജിയുടെ മുമ്പിൽ നമസ്കരിച്ച് ഗാന്ധിജി അവരോട് നന്ദി വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കാതെ തിരിച്ചു പോകുന്ന ഗാന്ധിജി എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അതെന്താണെന്നറിയുമോ? ഇന്ത്യയിലെ ഈ പാപങ്ങൾക്ക് ഉടുവസ്ത്രത്തിന് മറുവസ്ത്രം ഉണ്ടാകുന്നത് വരെ ഞാൻ രണ്ടാമതൊരു വസ്ത്രം ധരിക്കില്ല. ആ ഫക്കീറായ മനുഷ്യൻ 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോസെ ആ എല്ലിച്ച ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ പായിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദേഹത്തിൽ ഒരു വസ്ത്രമല്ലാതെ മറ്റൊന്നുണ്ടായിരുന്നില്ല. 1948 ഡൽഹിയിലെ തെരുവുകളിൽ ഒരു കഞ്ഞി വിളമ്പൽ പരിപാടി നടക്കുന്നു. കഞ്ഞി വിളമ്പി കൊടുക്കുന്നു. കഞ്ഞി വിളമ്പി കൊടുക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ആരെന്നറിയുമോ നിങ്ങൾക്ക്? ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ വാർഡില് പഞ്ചായത്ത് മെമ്പറെ കിട്ടുമോ 2018 കഞ്ഞി വിളമ്പി കൊടുക്കാൻ? പിന്നെ എന്തേ നെഹ്റു പോയത്? അന്ന് ഒരു കുമ്പിൾ കഞ്ഞി ഇന്ത്യയിൽ ഒരാൾക്ക് കിട്ടുക എന്നതൊരു നിധികുംഭം പോലെ വിലപ്പെട്ടതാണ്. വലിയ കാര്യമാണ്. നെഹ്റു ഇങ്ങനെ കഞ്ഞി വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു വൃദ്ധയായ സ്ത്രീ, ഒരു വലിയ മൊന്ത, ഇത്തിരി വലിപ്പമുണ്ടല്ലോ, അവരുടെ കയ്യിലും ചെറിയ പാത്രമാണ്, അവരുടെ കയ്യിൽ വലിയ പാത്രം. നെഹ്റു അവരോട് ചോദിച്ചു, അമ്മക്ക് ഇത് ഒറ്റക്ക് പിടിക്കാൻ പറ്റുമോ? അതിലിത്തിരി പരിഹാസമുണ്ട് എന്ന് ആ അമ്മക്ക് തോന്നി. ഒഴിക്കാൻ നിൽക്കുന്ന ആ പാത്രം പെട്ടെന്ന് അവർ പിറകോട്ട് വലിച്ചു. നെഹ്റുവിന്റെ കണ്ണിലേക്ക് നോക്കി അവർ പറഞ്ഞു, പ്രധാനമന്ത്രി, എനിക്ക് പരിഹാസം മനസ്സിലായി. ഇതെനിക്ക് മാത്രം കടിക്കാനല്ല, 23 വയറുകൾക്കുള്ള കഞ്ഞിയാണ് ഇതിൽ വേണ്ടത്. അവരിവിടെ വരാത്തത് എന്താണെന്ന് അറിയുമോ? ഞാൻ ധരിച്ച പോലെ ഒരു വസ്ത്രം ധരിക്കാൻ അവർക്കില്ല പ്രധാനമന്ത്രി. അറിയുമോ നിങ്ങൾക്ക്? ചെറുപ്പക്കാരറിയണം, സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും ടെക്നോളജിയുടെയും പറുദീസയിൽ ജീവിക്കുകയാണ് നമ്മൾ ഇന്ത്യ രാജ്യത്ത്. ആ ഇന്ത്യ വന്നത് ഈ 30കളും 40കളും 50കളും ദാരിദ്ര്യത്തിന്റെ 60കളും കഴിഞ്ഞാണ്. റിലയൻസ് തയ്ച്ച കോട്ടുമിട്ട് രാജ്യത്ത് വിലസാൻ പോകുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ അല്പൻ അറിയില്ല ഇന്ത്യ എവിടെ നിന്നാ വന്നത് എന്ന്. അതാ പ്രശ്നം. ദരിദ്രത്തിന്റെയും നിങ്ങൾക്കറിയുമോ അന്ന് ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്ന എന്താണ് പാകിസ്ഥാന്റെ സ്ഥിതി? ഇപ്പോ എന്താ പാകിസ്ഥാന്റെ സ്ഥിതി? എന്താ ബംഗ്ലാദേശിന്റെ സ്ഥിതി? എന്താ ബർമ്മയുടെ സ്ഥിതി? റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇവിടെ നിന്നാ വരുന്നത്. ആ രാജ്യമൊന്നും രക്ഷപ്പെട്ടു വന്നില്ല. എന്നാൽ ഇന്ത്യ മുന്നോട്ട് കുതിച്ചു. ലോകത്തിലെ 10 സമ്പന്ന രാജ്യങ്ങൾ എടുത്താൽ അതിലൊന്ന് ഇന്ത്യ. ലോകത്തിലെ 5 സായുധ രാജ്യങ്ങൾ എടുത്താൽ അതിലൊന്ന് ഇന്ത്യ. എങ്ങനെയാ വളർന്നു വന്നത്? എങ്ങനെയാ ഇന്ത്യ ഉണ്ടായത്? അറിയാൻ സാധിക്കുമോ? ഞാൻ ഇവിടുത്തെ ഈ കോൺഗ്രസ് പാർട്ടിയെ നിശ്ചിതമായി വിമർശിക്കുമ്പോഴും അവരുടെ മുഖത്ത് നോക്കി ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ ചോദിക്കട്ടെ, എവിടെ നിന്നാണ് ഇന്ത്യ വന്നത് എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് എണ്ണി എണ്ണി തിരിച്ചു പിടിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഖിയാമത്ത് നാൾ വരെ പിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധവും ധൈര്യവുമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ? തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നോമിനേഷൻ കൊടുക്കാൻ പോലും ചെല്ലാൻ പറ്റുമോ? ത്രിപുരയില്, ബംഗാളിന്റെ തെരുവുകളിൽ നിങ്ങൾ അടുപ്പിക്കുമോ? കോൺഗ്രസ് അവന്റെ സ്റ്റേറ്റുകൾ തിരിച്ചു പിടിക്കുമ്പോ ഏത് നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ആ സ്റ്റേറ്റുകൾ കിട്ടുമെന്ന് പരിശോധിക്കുക. ബംഗാളിന്റെയും ത്രിപുരയുടെയും തെരുവുകളിൽ, ഞാൻ ത്രിപുരയുടെ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. എന്താണ്, നിയമസഭാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ഗ്രാമപ്രദേശത്ത് ചെന്നപ്പോ കുറെ മുസ്ലിങ്ങൾ പാർക്കുന്ന ഒരു പ്രദേശം. അവരോട് ഞങ്ങൾ ഭാഷാ സഹായിയുടെ സഹായത്തോടു കൂടി ചോദിച്ചു. നിറയെ BJPയുടെ കൊടിയാണ്. ഞങ്ങൾ ചോദിച്ചു, ഇതൊരു മുസ്ലിം പ്രദേശമല്ലേ? BJP വന്ന അങ്ങനെയാണ്, BJP വന്ന ഇങ്ങനെയാണ്, BJP വന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കളയും. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, എല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഇതൊക്കെ BJP വന്നതിന് ശേഷമല്ലേ, ഞങ്ങൾ ഇപ്പോഴേ അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ അവരെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ അവരനുഭവിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിമർശിക്കാനാവുക? നേരെ ചൊവ്വ ഒരു പഞ്ചായത്ത് പോലും ഭരിച്ച് നന്നാക്കിയ ശീലമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഈ കോൺഗ്രസിനെ ആക്ഷേപിക്കുവാൻ? ഇന്നലെ സഖാവ് പിണറായി വിജയന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, നിങ്ങൾ വായിച്ചിരുന്നോ കുട്ടികളെ? ഒന്ന് വായിക്കണം, പരമപുച്ഛം തോന്നിപ്പോകും. ആ മനുഷ്യന്റെ പോസ്റ്റിനകത്ത് കോൺഗ്രസ് എന്ന ഒരു വാക്ക് പറഞ്ഞില്ല. എന്നിട്ട് പറയുന്ന വാദം എന്താണെന്നറിയോ നിങ്ങള്? കോൺഗ്രസിനെ സ്വീകരിച്ചതല്ല, BJPയെ നിരാകരിച്ചതാണ്. എങ്ങനെ ഇപ്പൊ ജയിച്ചത്? കോൺഗ്രസിനെ സ്വീകരിച്ചതല്ല, BJPയെ നിരാകരിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട്, ഈ സ്റ്റേറ്റുകളിൽ മുഴുവൻ ഒരു മൂന്നാം കക്ഷി ഇല്ല എന്ന് നിങ്ങൾ പറയുമോ? ഒരു മൂന്നാം മുന്നണി ഇല്ലെന്ന് പറയുമോ? നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവിടെ ഇവിടെയൊക്കെ മത്സരിക്കാൻ.
അല്ലെങ്കിൽ വേറെ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ. ഒരു ബദലില്ലാത്തത് കൊണ്ട്, ബി ജെ പിക്ക് ഒരു ബദലില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസിനെ സ്വീകരിച്ചത് എന്ന് നിങ്ങൾ പറയുമ്പോ അറിയേണ്ട കാര്യമുണ്ട്. കോൺഗ്രസ് 20-ൽ നിന്ന് 130-ലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളുടെ ഇരട്ടിയിലേക്ക് ഒരു ചെറിയ ജയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ജയിച്ചത്. ഒരു ചെറിയ ജയമല്ല. ഈ ജയത്തെ കാണുമ്പോൾ നിങ്ങൾ അതിനെടുത്ത ഒരു സ്ട്രെയിൻ, അതിനെടുത്ത ഒരു വർക്ക്, അതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ടുകൂടാ. ഇനി നിങ്ങൾ ചെയ്ത കോൺട്രിബ്യൂഷൻ എന്താണ്? ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ പറയുന്നില്ലേ ബി ജെ പിക്ക് എതിരാണ് ഞങ്ങളെന്ന്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ബി ജെ പിക്ക് നിങ്ങൾ എതിരാണെങ്കിൽ ക്രിയാത്മകമായ ഏതു ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയത്? ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിൽ 20ഓളം സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് തോറ്റുപോയത് അവിടെ CPM-കാരൻ 2000-ഉം 3000-ഉം വോട്ടുകൾ വാങ്ങിയിട്ടാണ്. നോട്ടയുടെ പിറകിലായിരിക്കാം നിങ്ങളുടെ സ്ഥാനം. പക്ഷേ ഒരു കോൺഗ്രസിന്റെ MLA തോൽക്കുന്നത് അവിടെ 1000 വോട്ടിനാണ്, നിങ്ങൾ പിടിക്കുന്നത് 2000 വോട്ടാണ്. കോൺഗ്രസിന്റെ MLA തോൽക്കുന്നത് 1500 വോട്ടിനാണ്, നിങ്ങൾ പിടിക്കുന്നത് 3000 വോട്ടാണ്. ഇന്ത്യയിൽ മതേതരത്വം വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത 2000 വോട്ടും 3000 വോട്ടും മാത്രമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള മണ്ഡലത്തിൽ നിങ്ങൾ എന്തിനാണ് BJP പരോക്ഷമായി സഹായിക്കുന്നത്? BJP വിരുദ്ധൻ അല്ലെങ്കിൽ ഈ BJP വിരുദ്ധതയുടെ ഞാൻ സംസാരിക്കുന്നത് ഈ നിങ്ങളുടെ ഈ പ്രദേശം BJPക്ക് സ്വാധീനമുള്ള കൊടുങ്ങല്ലൂർ ഭാഗങ്ങളില്ലേ, അവിടെ പോയി പരിശോധിച്ച് നോക്ക്. കണ്ണൂരിന് സമാനമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന പ്രദേശമാണ് കൊടുങ്ങല്ലൂര്. നിങ്ങൾ അവിടെ പോയി പരിശോധിക്ക്. അതെന്താ സ്ഥിതി? BJP വിരുദ്ധതയാണോ? അല്ല, മറിച്ച് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ്. അത് രാഷ്ട്രീയമല്ല. BJPയുടെ ഗുണ്ടകൾ, CPM-ന്റെ ഗുണ്ടകൾ, ആ ഗുണ്ടകൾക്ക് ജീവിക്കാനുള്ള വഴിയൊരുക്കാൻ അവർ പിടിക്കുന്ന കൊടി എന്നതിനപ്പുറത്ത് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ BJP വിരുദ്ധമായി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എന്താ താല്പര്യമുള്ളത്? സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നാട്ടുരാജാവിന് ഇവിടെ ഭരിക്കാനുള്ള സൗകര്യമൊരുക്കാൻ എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്തവരാ നിങ്ങൾ, അല്ലേ? എന്നിട്ട് ബഡായിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? പ്രസംഗിക്കാൻ തുടങ്ങിയ BJP വിരുദ്ധത. മംഗലാപുരത്ത് പോയിട്ട് BJP വിരുദ്ധത. കാരണം കോൺഗ്രസ് കർണാടക ഭരിക്കുന്നത്. ഭോപ്പാലിൽ പോയപ്പോഴോ ഓടിച്ചു വിട്ടു. സഖാവ് പിണറായി വിജയ, ഇനി ധൈര്യമായിട്ട് ഭോപ്പാലിൽ പോയിക്കോ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്നത്. എന്തു തള്ളും തള്ളാം. പോകുമ്പോ മറക്കാതെ ഭാര്യനെയും കൂട്ടണം. ഭാര്യ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ ഇപ്പോ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നിങ്ങൾ ആരെയും കണ്ടിരുന്നു? അച്യുതാനന്ദന്റെ ഭാര്യനെ നിങ്ങൾ കണ്ടിരുന്ന? നായനാരുടെ ഭാര്യനെ നിങ്ങൾ കണ്ടിരുന്ന? ഉമ്മൻചാണ്ടിയുടെ ഭാര്യനെ നിങ്ങൾ കണ്ടിരുന്നു? നിങ്ങൾ പരിശോധിച്ചു. ഇയാളിപ്പോ സൈന്യത്തിന്റെ സല്യൂട്ട് സ്വീകരിക്കാൻ പോകുമ്പോ ഭാര്യ, വിമാനത്തിൽ കയറിയാൽ മുപ്പത്തിയർക്ക് വേറെ ഭാര്യയാണ്, തിരക്കില്ല. കുട്ടികൾ, പേരക്കുട്ടികൾ, കെട്ടിയോളൂ, മക്കള് എല്ലാരും കൂടെ സർക്കാരിന്റെ ചെലവിൽ കൊണ്ടങ്ങനെ നടക്കുന്നു. കണ്ണൂരിലെ വിമാനത്താവളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ, നേരത്തെ മുരളീധരൻ പറഞ്ഞല്ലോ, ഒരു ട്രോള് വന്നു. എന്താണ്? ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, എന്റെ പേഴ്സ് കാണാതെ പോയി. പോലീസുകാരൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ വിമാനത്താവളം തന്നെ ഇവിടെ പിണറായി വിജയൻ പോക്കറ്റടിച്ചിരിക്കുകയാണ്, പിന്നെ എന്റെ ഒരു പേഴ്സ് എന്താണ്? ഞാൻ ചോദിക്കണത്, നിങ്ങൾ ആ വിമാനത്താവളത്തിൽ നിന്ന് ഉളുപ്പില്ലാതെ 10-60 ആളുകളെയും കയറ്റിയിട്ട് ഒഡാപെക്കിന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് സർക്കാർ ചെലവില് നിങ്ങൾ തിരുവനന്തപുരത്ത് യാത്ര പോയില്ലേ? എന്താ വിശദീകരണം പറഞ്ഞാൽ നിങ്ങള്? അല്ല, പൈസ കൊടുത്തു. ഒഡാപെക്ക് വഴി ബുക്ക് ചെയ്താൽ പൈസ കുറയും. അതല്ലടോ അഴിമതി എന്ന് പറയുന്നത്? അതിനല്ലടോ അഴിമതി എന്ന് പറയുന്നത്? ഒഡാപെക്ക് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ്. ഒഡാപെക്ക് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പണം കുറയുമെങ്കിൽ ആ പണത്തിന്റെ ആനുകൂല്യം കുറയേണ്ടത് എല്ലാവർക്കും അല്ലേ? ആ വിമാനത്തിൽ യാത്ര ചെയ്തവർക്ക് മുഴുവനല്ലേ? പിണറായിന്റെ കുടുംബത്തിന് മാത്രമാണോ? കൊടിയേരിന്റെ ഭാര്യയ്ക്ക് മാത്രമാണോ? ഇ പി ജയരാജന്റെ മക്കൾക്ക് മാത്രമാണോ? അല്ലല്ലോ. അവർക്കൊക്കെ അങ്ങനെ കുറച്ചു കൊടുക്കുന്ന പണിക്കാണ് നിങ്ങൾ ഇവിടെ പറയേണ്ടത് എന്ത് അഴിമതി എന്ന് പറയേണ്ടത്. എന്നിട്ട് ഇപ്പോ ഇവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഫാൻസ് അസോസിയേഷൻ, കോപ്പിയടിക്കാരായിട്ടുള്ള കുറെ എന്താണ് ഒരു തൃണങ്ങളായിട്ടുള്ള കുറെ ആശുക്കളെയും കൂട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നവോത്ഥാനം. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ആനമുട്ടയായിട്ട് ഇങ്ങനെ ആൾക്കാരെ മുമ്പിൽ നിൽക്കുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളും ഞാനും കാണിക്കുന്ന, ഈ സമൂഹം കാണിക്കുന്ന, ഈ നാട് കാണിക്കുന്ന സാംസ്കാരിക ഔന്നത്യത്തിന്റെ, മര്യാദയുടെ, വിദ്യാഭ്യാസത്തിന്റെ, നേരിന്റെ ഒരു രീതിയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനം ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ടോ? അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ബഹുമാനായ മുരളീധരൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസപരമായി ഞങ്ങൾ കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റി ഒഴിച്ച് ബാക്കി സകലമായ യൂണിവേഴ്സിറ്റിയും കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഇതാ ഇവിടെ ഉണ്ണിയാടനുണ്ട്. തെക്കൻ കേരളത്തിലെ ഇവിടുത്തെ വിദ്യാഭ്യാസ വിപ്ലവം ഒരുപക്ഷെ 1800 തുടങ്ങിയതാണ്. ഞങ്ങൾ അത് മലബാറിൽ ആരംഭിക്കുന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. 1900 ആകുമ്പോ
അങ്ങനെ തുടങ്ങി ഫാറൂഖ് കോളേജ് 1940 മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കാർ വിറ്റിട്ട് ഞങ്ങൾ ഫാറൂഖ് കോളേജ് ഉണ്ടാക്കി, തളിപ്പറമ്പിൽ സർ സയ്യിദ് കോളേജ് ഉണ്ടാക്കി. നൂറുകണക്കിന് കോളേജുകൾ, നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതൊക്കെ തെരുവിൽ കൊണ്ടുവന്നത് എന്തിനാണ്? മാപ്പിളക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ. മാപ്പിള മലയാളത്തിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസം അവന് സംസ്കാരം ഉണ്ടാക്കും, സംസ്കാരവും തൊഴിലും കൊടുക്കും, അവന്റെ ജീവിത നിലവാരത്തെ ഉയർത്തും. അവൻ ലോകത്തിന്റെ എവിടെ പോയാലും അവന് ഞാനടാ എന്ന് പറയാൻ കഴിയുന്ന അസ്തിത്വം ഉണ്ടാകും. ആ തരത്തിലേക്ക് മാപ്പിളയെ പരിവർത്തിപ്പിച്ചെടുക്കുന്നതിന്റെ ആണിക്കല്ല് വിദ്യാഭ്യാസമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് നവോത്ഥാനം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. നിരാകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിരാകരിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, ഒരു പെട്ടിക്കടെങ്കിലും നിങ്ങൾ തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിൽ എന്തെങ്കിലും? കണ്ണൂരിൽ പോയാൽ കാണാം ഒരുപാട് ആശുപത്രി ഉണ്ട്. ഈ വെട്ടും കുത്തും തൊഴിലാക്കി ഒന്ന് തുന്നി കെട്ടാൻ ഒരു ആശുപത്രി വേണ്ടേ? അതിന് ആശുപത്രി, വേറെ പണിയൊന്നുമില്ല. ഒരു സ്ഥാപനം തുടങ്ങിയോ നിങ്ങൾ? നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് ഞാൻ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പറയാം. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പറ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഏത് നവോത്ഥാനത്തിന്റെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്? ആരുടെ പക്ഷത്താണ് നിങ്ങൾ ഉണ്ടായിരുന്നത്? എന്നിട്ട് നവോത്ഥാനം ഇപ്പൊ മുരളീധരൻ പറഞ്ഞ പോലെ ശബരിമല വന്നപ്പോഴാണ് നിങ്ങൾക്ക് നവോത്ഥാനം ഓർമ്മയത്. ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറിയാൽ നവോത്ഥാനം ഉണ്ടാകുമെന്ന് ഈ പൊട്ടന്മാരോട് ആരാ പറഞ്ഞു കൊടുത്തത്? ആരാ പറഞ്ഞു കൊടുത്തത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ നവോത്ഥാന സമരങ്ങൾ നടക്കുന്ന കാലത്ത് ശബരിമലയില്ലേ? അന്ന് ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറണമെന്ന് വാദമുണ്ടായോ? ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ ആരെങ്കിലും പോയോ? ശ്രീനാരായണ ഗുരുദേവൻ പോയോ? ഈടവ ശിവൻ എന്ന് പറഞ്ഞ് ഞങ്ങൾക്കും വേണം ഒരു ശിവൻ എന്ന് പറഞ്ഞ് മറുഭാഗത്ത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ വരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം ഇതാ ഇവിടെ എന്ന് എഴുതി വെച്ച, ക്ഷേത്രത്തിന്റെ ചുവരിൽ എഴുതി വെച്ച ആ വലിയ മനുഷ്യൻ, അയാൾ പറഞ്ഞോ ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറണമെന്ന്? വി ഡി ഭട്ടതിരിപ്പാട് പറഞ്ഞോ ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറണമെന്ന്? അന്ന് ശബരിമലയില്ലടോ, അന്ന് ശബരിമലയില്ലേ? പിന്നെ എന്തേ നിങ്ങൾ ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറിയാൽ നവോത്ഥാനം ഉണ്ടാകുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു തന്നത്? ആരാ പറഞ്ഞു തന്നത്? നിങ്ങൾ രാജ്യത്തിലെ വർഗീയവാദികളെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നിട്ടിപ്പോ എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞ പോലെ നിങ്ങൾ ഈ മതിലുകൾ ഉണ്ടാക്കുന്നു. മനുഷ്യന്റെ ഇടയിൽ മതിലുകളല്ല സ്നേഹമുള്ളവരെ ഉണ്ടാക്കേണ്ടത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെ പാലമാണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുക? കൂടെ കിടന്നവൻ മാറി ഒരു കൊടി പിടിച്ചപ്പോ അവനെ കൊല്ലാൻ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടിയുമായി സ്വന്തം ഗുണ്ടകളെ പറഞ്ഞു വിടുന്ന എന്റെ നേതാവിന് എവിടുന്നാണോ മനുഷ്യത്വത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിയാം, രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം? നിങ്ങൾ പിണറായി വിജയനെ പുതിയ നവോത്ഥാന നായകനാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ? പിണറായി വിജയൻ ആരായി? പിണറായി വിജയൻ കേരളം അങ്ങ് മറന്നു പോകും എല്ലാവരും. ഇപ്പൊ വന്നിട്ട് നിയമസഭയിൽ ജാതിയുടെ, വിഭാഗീയതയുടെ, മതസൗഹാർദ്ദത്തിന്റെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണ പ്രസംഗം നടത്താൽ ഇന്ന് നിയമസഭയിൽ കാണിച്ച്, നിയമസഭയിൽ ഞങ്ങൾ ഇന്ന് നിങ്ങൾ നിയമസഭാ ചിത്രങ്ങൾ ഒരുപക്ഷെ ജാഥയിൽ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവരോട് ചോദിക്കണം. നിയമസഭയിൽ ഈ CPM-ന്റെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയായിരുന്നു. ഭരണപക്ഷം സഭ സ്തംഭിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഭരണപക്ഷം പൂർണ്ണമായി സഭ സ്തംഭിപ്പിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഡോക്ടർ മുനീർ സാഹിബ് ഒരു പ്രമേയം കൊണ്ടുവരാൻ നിയമസഭയിൽ അവതരിപ്പിക്കാൻ വന്നു. അങ്ങനെ അവതരിപ്പിക്കാൻ വരുമ്പോൾ സ്പീക്കറുടെ അനുമതി വേണം. വർഗീയ മതിൽ എന്ന പരാമർശത്തെ കുറിച്ച് AK ബാലൻ അതിനെതിരായിട്ട് ഒരു ആക്ഷേപം ഉന്നയിച്ചു. ആ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞു. അദ്ദേഹം റൂൾ ചെയ്തു. എന്താണ്? ആ ആക്ഷേപം നിലനിൽക്കുന്നതല്ല, ഡോക്ടർ മുനീറിന് ഞങ്ങൾ അനുവദിക്കുന്നു. ഡോക്ടർ മുനീർ സാഹിബിന്റെ വാദഗതികൾ ഞാൻ ഇന്ന് നിയമസഭയുടെ അകത്തളങ്ങളിൽ ഞാൻ കണ്ടത് നമ്മളുടെ പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് ഒരിക്കലൂടെ ആ സഭയിൽ ജനിച്ചു വന്ന പ്രതീതിയായിരുന്നു മുനീർ സാഹിബിൻ്റെത്. എന്തൊരു മനോഹരമായ പ്രസംഗമായിരുന്നു. ഞാനിങ്ങനെ ഡെസ്കിൽ അടിച്ചിട്ട് എന്റെ കൈയൊക്കെ അവസാനം നോക്കുമ്പോൾ ചോര പോലെ അങ്ങനെ ചോര തണുത്ത് നിൽക്കുന്നത് പോലെ ആയിരുന്നു. എന്തോരോ വരികളും CPM-കാരന്റെ നെഞ്ചത്തടിക്കുന്ന വിധം. അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സിരകളിൽ ഓടുന്നത് നിങ്ങളുടെ ഭീരുത്വത്തിന്റെ രക്തമല്ല, മരിച്ചു വീഴാൻ മടിയില്ലാത്ത രക്തത്തിന്റെ രക്തമാണ് എന്റെ സിരകളിൽ ഓടുന്നത് എന്ന് CH-നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായ ഒരു പ്രമേയം അദ്ദേഹം അവതരിപ്പിച്ചു. എന്നിട്ട് ആ പ്രമേയത്തിന് നിങ്ങൾ അനുമതി തന്നില്ല. ഗുണ്ടായിസം കാണിക്കുന്നത് നിങ്ങൾ നിയമസഭയുടെ അകത്താണ്, അതിനകത്ത് വെച്ചാണ് നിങ്ങൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. എന്നിട്ട് പറയാണ് സർക്കാരിന്റെ ചെലവിൽ ഒരു നവോത്ഥാനം. ഞാൻ ചോദിക്കട്ടെ, എന്ത് പണിയാ നിങ്ങൾ? ആ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കുടുംബശ്രീ പോലെ ഒരു പാവങ്ങൾ വേറെ ഉണ്ടോ? ഈ സാധുക്കൾ സാരി മാറ്റിയിട്ട് എല്ലാ മന്ത്രിമാരെ പരിപാടിക്ക് വന്ന് കുത്തിർക്കിടും. എന്നിട്ട് ഈ മന്ത്രി പോങ്ങന്മാർ അല്ലെങ്കിൽ എന്ത് ജാതി പ്രസംഗം നടത്തുന്നത്? ഞാനൊക്കെ സ്വാഗതം പറഞ്ഞിട്ട് വേറെ പരിപാടി ഞാനങ്ങ് പോകും. 2 മണിക്കൂർ 3 മണിക്കൂർ വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഒരു നിവൃത്തിയില്ല. അങ്ങ് പറയലാണ് നമ്മളിതിങ്ങനെ സഹിച്ചു കുത്തിർക്കണം. ഞാൻ സ്വാഗതം പറഞ്ഞിട്ട് എനിക്ക് അടുത്ത 2 പരിപാടി ഉണ്ട്, നമ്മളങ്ങ് പോകും. ഇത് കേട്ടു. പക്ഷെ കുടുംബശ്രീ പാവങ്ങൾ അവരിങ്ങനെ കുറേ എണ്ണം തൂങ്ങുന്നുണ്ടാവും. തലേദിവസം വീട്ടിൽ നിന്നൊക്കെ വരുന്നല്ലേ ഈ പാവങ്ങൾ. ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒഫീഷ്യൽ പ്രോഗ്രാമുകൾക്ക് മണ്ഡലത്തിൽ ഞാൻ പറയാറുണ്ട്, ഈ പാവങ്ങളെ വിളിക്കരുത്.
അവർ ഈ സമൂഹത്തിൽ വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും നിങ്ങൾ ഈ കുടുംബശ്രീയെയും ഈ ഗവൺമെന്റിന്റെ ടൂളായിട്ട് ഉപയോഗിക്കാനുള്ളതാണോ? പരിശോധിക്കേണ്ടതാണ് ഗവൺമെന്റ്. എല്ലാ ഗവൺമെന്റുകളും പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇതൊരു മര്യാദയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പാവങ്ങളെ വിളിച്ചുകൊണ്ടുവരിക, എന്നിട്ട് അവരോടായി പറയുന്നത് നവോത്ഥാനം. സാധുക്കൾ എങ്ങനെയെങ്കിലും ഈ ഹംക്കുകൾ ഈ ഭർത്താനം നിർത്തി പുറേ പോയാൽ ആ കുട്ടികളാണെന്ന് കരയുന്നതാണ് ബേജാറിൽ കുത്തുകയായിരിക്കും. എന്നിട്ട് അവരെ ഇരുത്തിയിട്ട് എന്തൊക്കെ പ്രസംഗമാണ്, ഏതൊക്കെ ജാതി വർത്തമാനമാണ് ഈ പാവങ്ങളെ വെച്ചിട്ട് സർക്കാരിന്റെ ചെലവില്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അത് കഴിഞ്ഞ് സർക്കാർ ജീവനക്കാരെ ഇവരെ കൊണ്ടൊക്കെ ഒരു മതിലുണ്ടാക്കിയിട്ട് ഒരു നവോത്ഥാന നായകനാകുന്നതിനൊക്കെ നല്ലത് പിണറായിക്ക് വേറെ വല്ല പണിയും നടത്തിയിട്ട് ജീവിക്കണതാണ് എന്നാ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. ഈ സാധുക്കളെ അവരെ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് അവരെ വലിയ ആളാക്കിയിട്ട് നവോത്ഥാന നായകനാവാൻ നിൽക്കാൻ ഞാൻ എന്റെ അല്ലെങ്കിൽ സ്വന്തം ഫ്ലക്സ് വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, സഖാക്കളോട്. ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടപ്പോ നിങ്ങൾ പറഞ്ഞ ബാലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. AK ബാലൻ വളരെ ഗംഭീരമായിട്ട് നിയമസഭ എന്ന് പറഞ്ഞത്, നിങ്ങൾ ഏകദൈവ വിശ്വാസികളല്ലേ? ശരി, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. മറ്റുള്ളവരെ നിങ്ങൾ മുനാഫിക്ക് എന്നല്ലേ പറയാ? എന്റെ ബാലേട്ടാണ്, നിങ്ങൾ ആ മുനാഫിക്ക് എന്നത് ഇങ്ങനെ ചൂണ്ടുന്നതിന് പകരം ഇങ്ങനെ ചൂണ്ടിയിരുന്നെങ്കിൽ കറക്റ്റ് ആ ആട് ജലീലിന്റെ മുഖത്തായിരുന്നു, കറക്റ്റ് ആവുമായിരുന്നു. മുമ്പിലേക്കായി പോയതാ പഴിച്ചു പോയത്, നിങ്ങൾ മുമ്പിലേക്കാക്കിയതാ പഴിച്ചു പോയത്. നേരെ പിറകിലേക്ക് ചൂണ്ടണം. മുനാഫിക്ക് അവിടെ ഉണ്ട്. എന്താ മുനാഫിക്കിന്റെ അർത്ഥം എന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. വിശ്വാസത്തിനകത്തുള്ള ഭ്രംശക്കാരെയാണ്, വിശ്വാസത്തിൽ കാപട്യം കാണിക്കുന്നവരെയാണ്, കപട വിശ്വാസിയെയാണ് മുനാഫിക്ക് എന്ന് പറയാ. അവിശ്വാസികളെ കുറിച്ച് പറയുന്ന കാര്യമുള്ളത് നിങ്ങൾ പറയാൻ ശ്രമിച്ച ഒന്ന് അതാണ്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ ഹിന്ദുവിന് വേണ്ടി ഇവിടുത്തെ മുസ്ലിം സംസാരിക്കരുത് എന്നാണ്. എന്തൊരു അസംബന്ധമാണ് മിസ്റ്റർ ബാലൻ നിങ്ങൾ പറഞ്ഞത്. മുസ്ലിങ്ങളുടെ ശരീഅത്തിന്റെ വിഷയത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് സംസാരിക്കാം, കുഴപ്പമില്ലല്ലേ? മുസ്ലിങ്ങൾക്കെതിരെ അപമാനിക്കാൻ നിങ്ങളുടെ സഖാക്കളെ തെരുവിലിറക്കി നിങ്ങൾക്ക് പ്രസംഗിക്കാം, കുഴപ്പമില്ലല്ലേ? എന്നാൽ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ, ഈ മനസ്സൊക്കെ വെച്ചിട്ടാണോ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയായ ബാലൻ നവോത്ഥാനം അതിലുണ്ടാക്കാൻ പോണത്? ഈ പുടുത്ത മനസ്സ് വെച്ചിട്ട്. ഞങ്ങൾ ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ കൂടെയാണ്. കാര്യം എന്തെന്നറിയുമോ? ശബരിമലയില് അയ്യപ്പന്മാര് അവര് പോകുമ്പോ സ്വാമിമാരാണ്. നമ്മളെ ഉമ്മാര് പറയും, ഒരു കറുത്ത മുണ്ട് കൊടുത്തിട്ട് പുറത്താരെങ്കിലും വന്നു നിന്നാൽ അവന്റെ പേര് സുബ്രഹ്മണ്യൻ, അവന്റെ പേര് രാമൻ, അവന്റെ പേര് കൃഷ്ണൻ. പക്ഷെ നമ്മളെ ഉമ്മാര് പറയും സ്വാമി വന്നിട്ടുണ്ടേ, സ്വാമി വന്നു എന്നാണ്. സ്വാമി എന്നാ അവനെ വിളിക്കുക. കേരളത്തിന്റെ തെരുവിൽ എവിടെയെങ്കിലും ഒരു സ്വാമിയുടെ വണ്ടി കുടുങ്ങിയാൽ അവിടുത്തെ ക്രിസ്ത്യാനിയും അവിടുത്തെ മുസ്ലിമും ഒക്കെ ചേർന്ന് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കും. കുറ്റിപ്പുറം പുഴയിൽ അവന് കുളിക്കാൻ സൗകര്യം ഒരുക്കാൻ ആരെങ്കിലും ആ വെള്ളത്തിൽ പെട്ടുപോകുന്നോ എന്ന് നോക്കാൻ വോളണ്ടിയർമാരായി അവിടെ യൂത്ത് ലീഗുകാർ കാവൽ നിൽക്കും. ആ സ്വാമിമാർ കേരളത്തിന്റെ മണ്ണിലൂടെ യാത്ര, അവർ ശരണം വിളിക്കാറുണ്ട്. ഞാൻ പറയുന്നത് സഖാവ് പിണറായി വിജയൻ, വിശ്വാസം ദുർബലനായ മനുഷ്യന്റെ ഒരു ഊന്നുവടിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു ദുർബലനായ മനുഷ്യന്റെ ഊന്നുവടിയാണ് വിശ്വാസം. അത് തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു, നിങ്ങൾ മര്യാദ കാണിക്കണമായിരുന്നു. നിങ്ങൾ എന്തിനാണ് അവരെ നിങ്ങൾ ഇത്രമേൽ പീഡിപ്പിച്ചത്? ശരണം എന്ന് പറയുന്നത് ഒരു ആശ്രയമാണ്. ശരണം വിളികൾ എവിടെയാണ് അവർ പോവുക? എന്നിട്ട് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറയാൻ ശ്രമിച്ചത്, അവിടെ നിന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചത് എന്താണ്? മുസ്ലിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് പറയട്ടെ, നിങ്ങൾ കാപട്യങ്ങളുടെ ഒരു മൂർത്ത രൂപമായി മാറുകയാണ് നിയമസഭയുടെ അകത്ത് പുറത്ത്. ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ ഈ വനിതാ മതിൽ ഉണ്ടാക്കുന്നത് വനിതകളുടെ സംരക്ഷണത്തിനാണ്. എന്നിട്ട് ഡിവൈഎഫ്ഐയുടെ ഒരു പോസ്റ്റർ ഉണ്ട്. എന്താണ്? പേടിച്ചരണ്ട നിൻ കണ്ണുകളിൽ, ഒരു പെൺകുട്ടിന്റെ ഫോട്ടോ അങ്ങനെ കൊടുത്തിട്ട് അതിന്റെ താഴെയാണ് അവന്റെ കവിതയാണ്, പേടിച്ചരണ്ട നിൻ കണ്ണുകളിൽ രാപ്പകൽ തേടുന്നത് ആരെയാണെന്ന് ഞാൻ അറിയുന്നു. മാരണയല്ല, മണാലനയല്ല, മാനം കാക്കും ഒരാങ്ങളെ. ഈ ആങ്ങളനെ കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കണി ഈ നാട്ടിലെ പെണ്ണുങ്ങൾ. നിങ്ങൾ ആ നിയമസഭയിലെ 3-4 കോഴികളെ കൂട്ടിലടച്ചാൽ നിങ്ങൾ ഈ രാജ്യത്തെ പ്രതികൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഒരു പൗൾട്രി ഫാം തുടങ്ങാനുള്ള കോഴികളുണ്ട് ഞാൻ പറഞ്ഞു നിയമസഭയുടെ തന്നെ. നമ്മളെ മുകേഷൊക്കെ അടങ്ങുന്ന ഒരു ശശി അടങ്ങുന്ന ഒരുപാട് ടീം അവിടെ ഉണ്ട്. എന്നിട്ട് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. എത്ര കേസുകളാണോ നിങ്ങളുടെ പോലീസിന്റെ കാലത്ത് വന്നത്? എത്ര കേസുകളാണ്? എന്നിട്ട് നിങ്ങൾ ആരെ വിഡ്ഢിയാക്കാനാണ് അല്ലെങ്കിൽ ആരെ പരിഹസിക്കാനാണ് നിങ്ങൾ ഈ ശ്രമങ്ങൾ നടത്തുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയട്ടെ, നിങ്ങൾ മുസ്ലിം യൂത്ത് ലീഗുകാരാണ്. ഈ ജാഥ ഒരു കേവല ജാഥയായി അങ്ങനെ അവസാനിക്കാനുള്ളതല്ല. കേരളത്തിന് തെരുവുകൾ മുഴുവൻ ഒരു മെസ്സേജ് കൊടുത്താൽ നിങ്ങൾ പോകുന്നത്. നിങ്ങൾ നിങ്ങളിലേക്കും ചിന്തിക്കേണ്ടുന്ന കാലമാണ്. നിങ്ങളിലേക്കും ആലോചിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. വിനയം നിറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ മര്യാദ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നല്ലത് കണ്ടാൽ പഠിക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിൽ മതം കൊണ്ടും
രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ ആരെയും വെല്ലുവിളിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ധാർഷ്ട്യത്തിന്റെ ബദൽ ധാർഷ്ട്യമല്ല. ഗ്രാമങ്ങളിൽ നിങ്ങളുടെ ഉത്തരേന്ത്യയിലെ പ്രശ്നം എന്താണ്? ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റുകയാണ്. അഹമ്മദാബാദ് ഹംദാബാദ് ആവുകയാണ്. തൃശ്ശൂരിനെ തൃശ്ശിവ പേരൂർ എന്ന് വിളിക്കണമെന്ന് പറയുന്നു. എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ഗ്രാമത്തിന്റെ പേരിന് കാലാന്തരങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സംസ്കാരത്തിന്റെയും ഒരു നൊസ്റ്റാൾജിയയുടെയും ഭാവങ്ങളും രൂപങ്ങളും ഉണ്ട്. വെറുതെയല്ല ഒരു പേരുണ്ടാവുന്നത്. നിങ്ങളുടെ ഈ തൃശ്ശൂർ എന്ന പേര് വരുമ്പോൾ അതിനിടയിൽ ഒരുപാട് സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ട് അതിനകത്ത്. ആ പേരൊറ്റടിക്കങ്ങ് മാറ്റം. എന്തിന്റെ പേരിൽ? എന്തിനാണ് ഈ ഉത്തരേന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ പേര് മാറ്റാൻ ഇവർ ശ്രമിക്കുന്നത്? എവിടെയും മാറ്റരുത്. നിങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് ബിസ്മില്ല നഗർ, ശിവാജി നഗർ, ഒരു ഗ്രാമത്തിന്റെയും പേര് നിങ്ങൾ മാറ്റരുത്. ഇത് പച്ച ഗ്രാമം എന്ന ബോർഡ് നിങ്ങൾ വെക്കരുത്. കണ്ണൂരിന്റെ ഗ്രാമങ്ങളിൽ CPM കാരൻ കാണിക്കുന്ന തോന്നിവാസമുണ്ടല്ല, ചുകപ്പൻ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു. ആ ഗ്രാമത്തിൽ പാർക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അക്രമമാണത്. നിങ്ങൾ പാർക്കുന്ന ഗ്രാമത്തിൽ 100% ലീഗുകാരായാൽ പോലും അങ്ങനെ ആവില്ലല്ലോ. വേറെയും ആളുകൾ ഉണ്ടാവില്ലേ? ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും അതല്ല. നിങ്ങൾ ഇൻക്ലൂസീവ് ആകണം. ലീഗ് പഠിപ്പിക്കുന്നത് ഒരു ബദലല്ല. ലീഗ് പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയമാണ്. ലീഗ് പഠിപ്പിക്കുന്നത് മറ്റൊരു പാർട്ടിയോട് മത്സരിക്കാനുള്ള ഒരു ആവേശം മാത്രമല്ല. ലീഗ് പഠിപ്പിക്കുന്നത് മറ്റാർക്കും പരിചിതമല്ലാത്ത ഒരു മര്യാദയാണ്. ആ മര്യാദയാണ് CH മുഹമ്മദ് കോയ സാഹിബ്. ആ മര്യാദയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ഉൾക്കൊണ്ടു പോകാൻ കഴിയണം. മുസ്ലിം യൂത്ത് ലീഗുകാരെ, ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കെടുക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ മര്യാദകൾ മുഴുവൻ പാലിച്ചുകൊണ്ടല്ലാതെ നിങ്ങളുടെ കർമ്മങ്ങളിൽ, ജീവിത രൂപങ്ങളിൽ നിങ്ങൾക്ക് ഈ വിശ്വാസത്തിന്റെയും നന്മയുടെയും തിളക്കമുണ്ടാക്കിയിട്ട് മാത്രമാണ് നിങ്ങളൊരു യൂത്ത് ലീഗുകാരനാകുമ്പോൾ അതിന്റെ മഹത്വം ഉണ്ടാകുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയാവുന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ഈ ജാഥ ധന്യമാവുക. സ്വീകരണ സമ്മേളനത്തിൽ ഉപഹാര സമർപ്പണങ്ങളാണ്.